നമസ്കാരം, എല്ലാവർക്കും എൻ്റെ ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മളിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് പാലപ്പമാണ്. അതിന് ഞാൻ 2 കപ്പ് പച്ചരി എടുത്തിട്ടുണ്ട്. അതിലേക്ക് ചേർക്കാനായിട്ട് 1 ടേബിൾ സ്പൂൺ ഉഴുന്ന്, 1 കപ്പ് ചോറാണ് എടുത്തിരിക്കുന്നത്. ഇനി നമുക്ക് ഈ ചോറും ഉഴുന്നും അരിയെല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. പിന്നെ ഞാൻ ഈ പച്ചരി 4 മണിക്കൂർ കുതിർത്ത് കഴുകിയെടുത്തതാണ്. ഉഴുന്ന് വന്നിട്ട് ഒരു അരമണിക്കൂർ കുതിർത്തെടുത്തതാണ്. ഇനി ഇതെല്ലാം കൂടെ ഒന്നിച്ചിട്ടാണ് നമ്മൾ അരച്ചെടുക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഈ അരിയിലേക്ക് ചോറും ഉഴുന്നും എല്ലാം കൂടി ഇട്ട് ഇതുപോലെ ഒന്ന് ഇളക്കുക. അതിനുശേഷം നമുക്കിത് മിക്സിയിലേക്ക് കൊടുത്ത് നമുക്ക് അരച്ചെടുക്കാം. നമുക്കിതിന് പാകത്തിനുള്ള വെള്ളം ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇതിൽ ഇതുപോലെ നികമ്പനെ വെള്ളം ഒഴിക്കാം, കാരണം പാലപ്പം ആയതുകൊണ്ട് മാവ് വന്നിട്ട് കുറച്ച് ലൂസായിട്ട് തന്നെ വേണം. അപ്പോൾ നന്നായിട്ട് അരച്ചെടുക്കണം, ഒട്ടും തരിയൊന്നുമില്ലാതെ നന്നായിട്ട് അരച്ചെടുക്കുക. ഇനി നമുക്കിതൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം. ഇതുപോലെ ബാക്കിയുള്ള അരിയും കൂടി ഞാൻ അരച്ചെടുക്കുന്നുണ്ട്. നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ ദയവായിട്ടൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. അതോടൊപ്പം തന്നെ തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ ഒന്ന് പ്രസ് ചെയ്യുകയാണെങ്കിൽ ഞാനിടുന്ന വീഡിയോസ് നിങ്ങൾക്ക് പെട്ടെന്ന് നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതായിരിക്കും. ഇപ്പം ഞാൻ മാവെല്ലാം അരച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് പാകത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇനി നമ്മൾ ഇതിലേക്ക് ചേർക്കുന്നത് ഒരു 1/4 സ്പൂൺ സോഡ പൗഡറാണ്. നമുക്കിതിലേക്ക് 2 ടേബിൾ സ്പൂൺ പഞ്ചസാരയും കൂടെ ചേർത്ത് കൊടുത്ത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ നന്നായിട്ട് മിക്സ് ചെയ്യണം. നമ്മുടെ സോഡ പൗഡറും പഞ്ചസാരയും ഉപ്പൊക്കെ നന്നായിട്ട് ഇതിൽ അലിഞ്ഞ് എല്ലാ ഭാഗത്തെത്തുന്ന രീതിയിൽ നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. അതിനുശേഷം നമുക്കിത് മൂടി വെയിറ്റ് ചെയ്യാം. മിനിമം ഒരു 8 hours നമ്മളിത് വെയിറ്റ് ചെയ്യാം, നന്നായിട്ട് പുളിച്ച് പൊങ്ങാനായിട്ട്. ഇപ്പോൾ 8 hours കഴിഞ്ഞപ്പോൾ നന്നായിട്ട് പുളിച്ച് പൊന്തി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് ഇളക്കി കൊടുക്കാം. നന്നായിട്ട് ഇളക്കുമ്പോൾ അതിൻ്റെ പൊങ്ങി വന്ന മാവ് അതിൻ്റെ കറക്റ്റ് പാകത്തിന് വരും. ഇനി നമുക്ക് ഓരോന്നായിട്ട് ചുട്ടെടുക്കാം. ഞാൻ അപ്പത്തിൻ്റെ ചുട്ടി അടുപ്പ് വെച്ച് ചൂടായതിന് ശേഷം അതിലേക്ക് മാവ് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് അപ്പത്തിൽ ഇതുപോലെ ചുട്ടെടുക്കാം. ഇത് വളരെ സോഫ്റ്റ് ആയിട്ടുള്ള നല്ല ടേസ്റ്റ് ആയിട്ടുള്ള അപ്പമാണ്. അപ്പോൾ നമ്മുടെ അപ്പം ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്കിനി ഇത് പാത്രത്തിലേക്ക് മാറ്റാം. അപ്പോൾ ഞാൻ ബാക്കിയുള്ള അപ്പം കൂടി ചുട്ടെടുക്കും. ഇത് പാത്രത്തിൽ നിന്ന് എടുക്കാനൊക്കെ വളരെ ഈസിയാണ്, അങ്ങനെ ഒട്ടിപ്പിടിക്കുകയൊന്നുമില്ല. വളരെ എളുപ്പത്തിൽ പെട്ടെന്ന് തന്നെ നമുക്ക് ഇളക്കി എടുക്കാവുന്നതാണ്. ഒട്ടും തേങ്ങ ചേർക്കാതെ നമുക്ക് അടിപൊളി പാലപ്പം ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഇത് ട്രൈ ചെയ്യണം, അഭിപ്രായം അറിയിക്കണം. താങ്ക് യു.